സാങ്കേതികവിദ്യയും ഫോട്ടോഷോപ്പുമൊക്കെ രസകരമായി ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ ചിരി പടർത്തുകയാണ് മലയാള സിനിമയിലെ മായാവി കഥാപാത്രങ്ങൾ. ബാലരമ കയ്യിൽ കിട്ടുന്ന ഏതൊരു മലയാളിയും ആദ്യം വായിക്കുന്നത് മായാവി ചിത്രകഥയാകും. അതിലെ മായാവിയും കുട്ടൂസനും ഡാഗിനിയും ലുട്ടാപ്പിയുമെല്ലാം നമ്മുടെ പ്രിയപ്പെട്ട കഥാപാത്രങ്ങളാണ്. ആ കഥാപാത്രങ്ങളെ മലയാള സിനിമയിലെ നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളിലൂടെ പുനഃസൃഷ്ടിച്ചിരിക്കുന്ന പോസ്റ്റാണ് ഇപ്പോൾ വൈറലാകുന്നത്. മായാവിയായി ടൊവിനോ തോമസിനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. മായാവിക്ക് പണി കൊടുക്കാൻ നോക്കി അവസാനം സ്വന്തമായി പണി വാങ്ങുന്ന 3 പേരില്ലേ, ഡാഗിനിയും കുട്ടൂസനും പിന്നെ ലുട്ടാപ്പിയും. കുട്ടൂസനായും ലുട്ടാപ്പിയായും ചിത്രീകരിച്ചിരിക്കുന്നത് നമ്മുടെ സൗബിനെയാണ്. ഡാഗിനിയായി നമ്മളാരും ചിന്തിക്കുക പോലും ചെയ്യാത്ത ഒരാളെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. മറ്റാരുമല്ല, നമ്മുടെ മഞ്ജു വാര്യർ തന്നെ. പക്ഷേ മികച്ച പ്രതികരണമാണ് മഞ്ജു വാര്യരുടെ ഡാഗിനിക്ക് ലഭിക്കുന്നത്. പിന്നെ നമ്മുടെ മായാവിക്ക് കൂടെ നിന്ന് പണി തേടിക്കൊടുക്കുന്ന ആ 2 പേരില്ലേ, രാജുവും രാധയും. രാജുവായി ബേസിൽ ജോസഫിനെയും രാധയായി അനശ്വര രാജിനെയുമാണ് സാങ്കേതികതയിലൂടെ ചിത്രീകരിച്ചിരിക്കുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട 2 പേർ അതിലില്ല, വിക്രമനും മുത്തുവും. പക്ഷെ ആ കുറവ് കമന്റ് ബോക്സ് നികത്തുന്നുണ്ട്. തരംഗമാകുന്ന പോസ്റ്റുകളേക്കാൾ രസകരമാണ് അതിന്റെ കമന്റ് ബോക്സിലെ കമന്റുകൾ. വിക്രമനും മുത്തുവുമായി കമന്റിൽ നിറയുന്നത് ഷമ്മി തിലകനും രമേശ് പിഷാരടിയുമാണ്. വിക്രമനായി നമ്മുടെ ആവേശത്തിലെ അമ്പാനായി എത്തിയ സുജിൻ ഗോപുവിനെ നിർദ്ദേശിക്കുന്നവരുമുണ്ട്. കുട്ടൂസനായി മാമൂക്കോയ ആയിരുന്നു ബെസ്റ്റ് എന്ന് ചിലർ പറയുമ്പോൾ, ലുട്ടാപ്പിയായി ബിജുക്കുട്ടൻ, ധർമ്മജൻ, ഗിന്നസ് പക്രു എന്നിവരുടെ പേരുകളും കമന്റുകളിൽ നിറയുന്നു. മായാവിയായി നസ്ലിൻ ആയിരുന്നു നല്ലതെന്ന് ചിലർ പറയുമ്പോൾ, രാധയായി നസ്രിയായിരുന്നു നല്ലതെന്ന് മറ്റു ചിലർ പറയുന്നു. രാജുവായി കാളിദാസ് ജയറാമിനെ വെച്ചുള്ള പോസ്റ്റുകൾ മുന്നേ തന്നെ പ്രചരിച്ചിട്ടുണ്ട്. ഇതിനിടെ ഈ പട്ടണത്തിൽ ഭൂതം എന്ന സിനിമയിൽ മമ്മൂട്ടി അവതരിപ്പിച്ച ഭൂതത്തിന്റെ കഥാപാത്രത്തെ മായാവിയോട് ചേർത്ത് വയ്ക്കുന്നവരുമുണ്ട്. കമന്റുകളിലെ നിർദ്ദേശ പട്ടിക ഇങ്ങനെ രസകരമായി നീണ്ടുപോകുന്നു. ഇതാദ്യമായല്ല മലയാള സിനിമാ താരങ്ങൾക്ക് AI പരിവേഷം നൽകി മറ്റു കഥാപാത്രങ്ങളായി അവതരിപ്പിക്കുന്നത്. നേരത്തെ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും ഹോളിവുഡ് ക്ലാസിക് സിനിമകളിലെ ഗെറ്റപ്പുകൾ നൽകി സോഷ്യൽ മീഡിയ ആഘോഷിച്ചിരുന്നു. ഇന്ദ്രൻ, സലിംകുമാർ, ഇന്നസെന്റ് എന്നിവരെ അവഞ്ചേഴ്സിലെ കഥാപാത്രങ്ങളായി അവതരിപ്പിച്ച ചിത്രങ്ങളും ഗ്രാഫിക്സുകളും നമ്മൾ കണ്ടതാണ്. എന്തായാലും കാർട്ടൂൺ കഥാപാത്രങ്ങളായി മലയാളികളുടെ ഇഷ്ടതാരങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്ന ചിത്രങ്ങൾ ഏറെ വൈറലായിരിക്കുകയാണ്.